ഞാൻ ജീവൻ കൊടുത്തു വളർത്തിയ എന്റെ കുഞ്ഞെവിടെ? എന്തിനാ ഇങ്ങനെ നട്ടപ്പാതിരിക്ക് ഒച്ചയെടുത്തിട്ട് നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ ലക്കി എനിക്ക് നഷ്ടമായല്ലോ. മച്ചാനെ, ഇവന്റെ അച്ഛനെ പോലെ ടാങ്കർ ലോറി ഇടിച്ച് ചത്തുകാണോ? അയ്യോ, ഒന്ന് മിണ്ടാതിരിക്കടാ, നിന്റെ കരിനാക്ക് വളക്കല്ലേ. ഒരു കംപ്ലൈന്റ് തരാൻ വന്നതാ. എന്തിനെ പറ്റി? സർ, ലക്കിയെ കാണണ്ടായി സർ. ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ ഭ്രാന്താശുപത്രിയോ? എണീക്കടാ. ലക്കിയെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം ആരാടാ നമ്മുടെ ശത്രു? ഇതിനെ എന്തിനാടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? എടുത്തോണ്ട് പോടാ. ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഏട്ടാ, ഞാൻ വെള്ളം എടുക്കാൻ പോയതാ, അപ്പോഴേക്ക് അമ്മ. എന്താടോ തള്ളേനെ താനാണോ കൊണ്ടു? ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ, എല്ലാം ഈ പട്ടിക്കുഞ്ഞ് പറ്റിച്ച പണിയാ. മോട്ടി, ഇത് സാധാരണ നായല്ല, സാക്ഷാൽ ഭൈരവനാ. ഇതിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അടിച്ചവന്റെ. അയ്യോ, അടിക്കല്ലേ പ്ലീസ്. ആ പേടി നല്ലതാണ്. അയ്യടാ, ഇവര് പേടിക്കുന്നു വിചാരിച്ചാ തല്ലണ്ടെന്ന് പറഞ്ഞേ. ഭാഗ്യദേവത നേരിട്ട് വന്ന് നിങ്ങളുടെ കാൽപാദം നക്കുന്നു പറഞ്ഞില്ലേ, അതിതാ. വരുന്ന ബൈ ഇലക്ഷനിലെ ഈ പട്ടിക്കുഞ്ഞിനെ വെച്ചായിരിക്കും ജയിക്കുന്നതെന്നാണ് വിശ്വാസം. എന്റെ അമ്മൂന് ഒരു ലോകമുണ്ട്. ആ ലോകത്തിൽ ലക്കി അമ്മു മാത്രമേ ഉള്ളൂ. ആ ലോകത്തിൽ ഞാൻ തീർച്ചയായും ലക്കിയെ കൊണ്ട് എത്തിച്ചിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ എന്റെ ലക്കിയെ രക്ഷിക്കാതിരിക്കില്ല. വിടടാ എന്റെ കുഞ്ഞിനെ. ഏയ്, അടുത്തോട്ട് വരരുത്, കുഞ്ഞ് പേടിക്കുന്നു. ആ ലവലാതി. അതെങ്ങനെയാടാ? അവൾ ഓരോ പ്രാവശ്യം നിന്റെ തെറി വിളിക്കുമ്പോ നീ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണല്ലോ നിന്റെ റിയാക്ഷൻ. ഫീലിംഗ് ആണ് മച്ചാനെ.